ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. വെൽക്കം ടു മല്ലു ത്രില്ലർ. ഞാനിങ്ങനെ ടിക്ടോക്ക് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീഡിയോ കാണുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചൊരു വീഡിയോ ആണ്. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. മോനെ, എന്റെ മൊബൈൽ ഒന്ന് നന്നാക്കാനായിട്ട് വന്നാ കോള് പോകുന്നില്ല. എന്റെ മോനെ മാത്രം വിളിച്ചാൽ കിട്ടുന്നില്ല, വേറെ നമ്പറിലോട്ടൊക്കെ വിളിച്ചാൽ കിട്ടുന്നുണ്ട്. ഒന്ന് നോക്കാവോ? വിവേകനദിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ഞാൻ വിളിക്കുമ്പോൾ നമ്പർ ബിസിയാന്നാ പറയുന്നത്, പക്ഷെ വേറെ നമ്പറിലൊക്കെ വിളിക്കുമ്പോൾ കിട്ടുന്നുമുണ്ട്. കംപ്ലൈന്റ് ആണോ ഫോണിന്റെ? ഇത് ഫോണിന്റെ കംപ്ലൈന്റ് അല്ല, കോള് ചെല്ലുമ്പോഴത്തേക്ക്. മോന്റെ നമ്പറിൽ നിന്നൊന്ന് വിളിക്കാവോ അവനെ? എന്ത് പറ, അവന്റെ ചാച്ചനാണ്, കടയിൽ വന്നിട്ടുണ്ട്, അവന്റെ അമ്മ സുഖമില്ലാതെ താലൂക്ക് ആശുപത്രിയില്ലാന്ന് പറയണം. ഹലോ ഹലോ, വിവേകല്ലേ? അതെ, വിവേകാണ്. വിവേകൻ, ഞാൻ നിങ്ങളുടെ അച്ഛൻ പറഞ്ഞിട്ട് വിളിക്കും. എന്റെ പൊന്നെ, എന്നെ ഒന്ന് വെറുതെ വിടാൻ പറ. എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നതെന്ന് ചോദിച്ചേ. ശരണാലയത്തിലൊക്കെ നീ പുള്ളിയുടെ കാര്യം പറഞ്ഞ ഞങ്ങളെ ഒരു ശരണാലയത്തിൽ കൊണ്ട് വിട്ടായിരുന്നേ. ഒരു പെണ്ണിനെ സ്നേഹിച്ച് അതിന്റെ കൂടെ പോയതാ. ഈ മരുന്ന് എത്രയും പെട്ടെന്ന് വാങ്ങിക്കൊണ്ട് വരണം. കൂടെ വേറെ ആരും ഇല്ലേ? ഇപ്പൊ വാങ്ങിച്ചോണ്ട് വരാം. കൂടെ ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. മോനങ്ങ് ഗൾബിലാ. അമ്മയ്ക്ക് ഇപ്പൊ ഇച്ചിരി കൂടുതലാണ്. മാനയൊക്കെ വിളിച്ച് വിവരം അറിയിക്കുക കേട്ടോ. മോനെ, ഈ മരുന്ന് വേണം. വില കൂടിയ ഇഞ്ചക്ഷൻ മരുന്നാണ്. വില കൂടിയതാ അല്ലേ? അത് അർജന്റായിട്ട് വാങ്ങണമെന്നാ ഡോക്ടർ പറഞ്ഞ്. എത്ര രൂപ ആവും മോനെ? ഒരു ഡോസിന് 350 രൂപ വരും. 3 ദിവസം ആകുമ്പം 1050 രൂപ വരും. മോനെ, എന്റെ കയ്യിൽ 220 രൂപയേ ഉള്ളൂ. മോന്റെ ഒരു കാര്യം ചെയ്യാവോ? ഈ ഫോണ് വെച്ചിട്ട് എനിക്ക് ആ മരുന്ന് തന്നു വിടാവോ? എന്റെ വേറെ പൈസ ഇല്ല, മരുന്ന് അർജന്റായിട്ട് വേണമെന്നാ ഡോക്ടർ പറഞ്ഞതേ. 2 ദിവസം കഴിയുമ്പോ എനിക്ക് പെൻഷൻ കയറും. പെൻഷൻ കയറുമ്പോ ഞാൻ ബാക്കി പൈസ കൊണ്ടുതരാം. തന്നു വിടാവോ? ലക്ഷ്മിയെ, നീ എന്നെ തച്ചാക്കിട്ട് പോവാല്ലേ? നമ്മുടെ മോനെ ഞാൻ ഒരുപാട് വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല, ബിസിയാക്കി വിടുക. നിന്നെ കൊണ്ട് ഞാൻ എങ്ങോട്ട് പോവും? നമുക്കുള്ളതെല്ലാം നമ്മളെ മോന് വേണ്ടി വിറ്റില്ലേ? അവന് നമ്മളെ വേണ്ട. നിങ്ങളോട് ഈ ബോഡി ഇവിടുന്ന് മാറണമെന്ന് പറഞ്ഞല്ലേ? അപ്പുറം ഇപ്പുറം കിടക്കുന്ന വീട്ടിലെ ആൾക്കാർ വന്ന് പരാതി പറയുക. മോനെ, എനിക്ക് സ്വന്തമായിട്ട് മണ്ണില്ല. എന്നെ പഞ്ചായത്തിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. അത് നാളെ വരുമ്പോ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാം. പഞ്ചായത്ത് ശ്മശാനത്തില് മറവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 1/2 മണിക്കൂറൂടെ എന്റെ ലക്ഷ്മിയെ ഇവിടെ കിടത്താനുള്ള അനുവാദം തരണം. ഇതൊരു ക്രിയേഷൻ ആയിരുന്നാലും അദ്ദേഹത്തിൻ്റെ അഭിനയം വളരെയധികം നന്നായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഒരു കണ്ടന്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഈ ഒരു സ്റ്റോറിയുടെ ഒരു കണ്ടന്റാണ് ഏറ്റവും വലിയ കാര്യം. കാരണം അത് ശരിക്കും ഹൃദയത്തിൽ തട്ടുന്ന രീതിയിലാണ്. പക്ഷേ അത് ഇന്നത്തെ ജനറേഷനിലുള്ള കുട്ടികൾ എങ്ങനെയാണ് എടുക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കുറച്ച് പ്രായമൊക്കെ, അത്യാവശ്യം പ്രായമൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് നമുക്കതിൻ്റെ കണ്ടന്റ് ശരിക്കും മനസ്സിലാവുകയും ചെയ്യും, അതുപോലെ മനസ്സിൽ കൊള്ളുകയും ചെയ്യും. ഇന്നെല്ലാവരും ന്യൂ ജനറേഷൻ പിള്ളേരാണ്. അവർക്കൊരു പക്ഷേ അത് ഉൾക്കൊള്ളണമെന്നില്ല. കാരണം നമ്മളെന്തൊരു സംഗതിയും അതിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ മനസ്സിനെ സമർപ്പിക്കുമ്പോഴാണ് നമുക്കതിനെ ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. അത് അത്തരത്തിൽ നമ്മൾ കാണാനും അതിലെ ഓരോ കാര്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളാനും ശ്രമിക്കുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരം കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാവുകയുള്ളൂ. ഇന്ന് ഒട്ടുമിക്ക ആളുകളിലും ഒട്ടുമിക്ക വീടുകളിലും സംഭവിക്കുന്നതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള
ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആളുകൾ മാറുന്നത്? എന്തുകൊണ്ടാണ്? എവിടെയാണ് നമുക്ക് തെറ്റിയിട്ടുള്ളത്? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കുറച്ച് മുതിർന്നവരായി കഴിഞ്ഞാലും അവരവരുടെ ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ, അവരുടെ പാർട്ട്നേഴ്സ് വരുമ്പോൾ, അവരുടെ ചില സ്വഭാവത്തിൻ്റെ വ്യത്യാസം കൊണ്ടും ഇത്തരത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. സ്വന്തം അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും ഒന്നും വേണ്ട രീതിയിൽ അവർക്ക് പരിചരിക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ കാണാറുണ്ട്. അവിടെ ആരുടെ അടുത്താണ് തെറ്റ്? അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അവിടെ ആ വന്നു കയറുന്ന ആ ഒരു പെൺകുട്ടിയുടെ അടുത്തല്ല തെറ്റ്. നമ്മളെല്ലാവരും ഒറ്റയടിക്ക് ആ പെൺകുട്ടിയാണെന്ന് നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തുക. അവൾ വന്നു കയറിയത് മുതൽ ആ വീട് നശിച്ചു. അതിപ്പോൾ പിന്നെ അമ്മയായാലും അപ്പനായാലും പറയും, നിന്റെ പെണ്ണ് വന്നതോടുകൂടി ഈ വീട് നശിച്ച് നിനക്ക് എന്നോട് സ്നേഹമില്ലാതായി. അതെങ്ങനെയാണ്? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ വരുന്ന ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് അവരവിടെ ഇടിച്ചു കയറി വന്നതോ അതല്ലെങ്കിൽ അവര് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഒരു അധിപനായിട്ട് വീടിനുള്ളിലേക്ക് കയറി വന്നതോ അല്ല. ഒന്നുകിൽ അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചതായിരിക്കാം, അതല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ അവർ ഒരുപാട് പെൺകുട്ടികളെ കാണുന്നതിലിടക്ക് ഒരു പെൺകുട്ടിയെ കണ്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടു, പരസ്പരം ധാരണയോടുകൂടി അവർ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നതാണ്. പിന്നെ എങ്ങനെയാണ് അവർ ഈ ഒരു ഭരണം ഏറ്റെടുക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ആണിൻ്റെ ഭരണം അവരെ ഏറ്റെടുക്കുന്നത് എങ്ങനെയാണ്? അവിടെയാണ് ആണുങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്. നമ്മുടെ പാർട്ട്ണറായിട്ടൊരാൾ വരുമ്പം തികച്ചും നമുക്ക് അപരിചിതർ തന്നെയാണ്. നമ്മൾ അവർക്കും അങ്ങനെ തന്നെയാണ്, അപരിചിതരാണ്. നമ്മെ കാണുന്ന ആദ്യ നിമിഷം മുതൽ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജീവിച്ചു തുടങ്ങുന്ന ആദ്യ സമയം മുതൽ അവർ നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എങ്ങനെയൊക്കെയാണ്, നമ്മൾ ഏതൊക്കെയാണ്, നമ്മുടെ സ്വഭാവ രീതി എങ്ങനെയാണ്, ഇതെല്ലാം അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മെക്കുറിച്ചും നമ്മുടെ വീട്ടുകാരെക്കുറിച്ചും നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ചുമൊക്കെ മതിയായ ഒരു അറിവ്, അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ഒരു കറക്റ്റ് പിക്ചർ കൊടുക്കണം. എൻ്റെ ജീവിതം എന്നാൽ എങ്ങനെയാണ്, ഞാനെന്ന ക്യാരക്ടർ എങ്ങനെയാണ്, എൻ്റെ സഹോദരങ്ങൾ എങ്ങനെയാണ്, എൻ്റെ മാതാപിതാക്കളുടെ സ്വഭാവ രീതി എങ്ങനെയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരുമായിട്ട് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാലേ നമുക്ക് ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. നമ്മളെങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലും എനിക്ക് എൻ്റെ സഹോദരങ്ങളെയോ എൻ്റെ മാതാപിതാക്കളെയോ ഒരിക്കലും പിന്തള്ളി പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അവളോട് ചോദിക്കണം, നിൻ്റെ വീട്ടിൽ നിങ്ങളുടെ അപ്പനുമായിട്ടും അമ്മയുമായിട്ടും അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ടൊക്കെ ഇടയ്ക്കൊക്കെ വഴക്കിടാറുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതിനുശേഷം നിങ്ങളെങ്ങനെ പിണങ്ങി നടക്കാറാണോ പതിവ്? ഇല്ല, അത് അന്ന് കഴിയുമ്പോൾ പിറ്റേ ദിവസം ശരിയാകും. അതെന്തുകൊണ്ടാണ്? കാരണം അത് എൻ്റെ മാതാപിതാക്കളാണ്, എൻ്റെ സഹോദരങ്ങളാണ്. ആയതുകൊണ്ടാണ് നിങ്ങളൊരു വിട്ടുവീഴ്ചക്ക് തയ്യാറായിക്കൊണ്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാലെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചു തുടങ്ങുന്നത്. അപ്പം മറ്റൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ചിന്താഗതി വരാത്തത്? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ആണുങ്ങൾ അവർക്ക് വേണ്ട രീതിയിലുള്ള ക്ലാസ് കൊടുക്കാത്തത് കൊണ്ടാണ്. അവരോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇവിടെയും അതുപോലെ തന്നെയാണ്. ചില സമയങ്ങളിലൊക്കെ ചെറിയ ചെറിയ പൊട്ടിത്തെറികളും അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും വഴക്കുകളും സംസാരങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് നിൻ്റെ മാതാപിതാക്കളായിട്ട് എൻ്റെ മാതാപിതാക്കളെയും കണ്ടു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എൻ്റെ സഹോദരങ്ങളെന്ന് പറയുന്നത് നിൻ്റെ സഹോദരങ്ങൾ തന്നെയാണ്. അവിടെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് നീ അപ്പോൾ മറക്കണം. അത്രയും സഹിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാനത് അതിൻ്റെ രീതിയിൽ അത് തീർക്കും. അത്തരത്തിലുള്ള ഒരു പിക്ചർ, ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കൊടുക്കണം. അപ്പോഴേ അവർക്ക് നമ്മുടെ മാതാപിതാക്കളെ അവരുടെ സ്വന്തം മാതാപിതാക്കളായിട്ട് കാണാൻ കഴിയും. അതിനപ്പുറത്തേക്കെന്ന് പറയുന്നത്, നമുക്ക് ഓരോ മനുഷ്യനും ഒരു ഹൃദയമുണ്ട്. നമ്മളൊരു സ്ത്രീ വന്ന് കയറുമ്പോഴേക്കും നമ്മളെല്ലാം മതിമറന്ന് അവൾ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ട് നമ്മുടെ ഈ പറഞ്ഞ മാതാപിതാക്കളെയും കൂടപ്പിറക്കുകളെയൊക്കെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? നമ്മൾ ചെറുപ്രായമായിരുന്നപ്പം നമ്മളെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത് ഒരു കാലിലൊരു മുള്ളു പോലും കൊള്ളാതെ, നമുക്ക് പറയാൻ അറിയത്തില്ല ചെറുപ്രായങ്ങളിൽ,
എനിക്ക് വിശക്കുന്നുണ്ടെന്ന്. അവർ നമ്മുടെ വിശക്കുന്ന സമയം അവർ കാൽക്കുലേഷൻ ചെയ്ത് നമുക്ക് ഭക്ഷണം തന്ന് നമ്മെ നല്ല ആരോഗ്യമുള്ള ആളുകളാക്കി വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വന്നതാണ് നമ്മൾ. അല്ലാതെ നമ്മുടെ ഒരു സുപ്രഭാതത്തിൽ ഈ കാണുന്ന ആരോഗ്യത്തോടു കൂടിയും ഈ കാണുന്ന സമ്പത്തോടു കൂടിയും അല്ലെങ്കിൽ ഭാര്യയുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മക്കളുമായിട്ടോ മറ്റു സുഹൃത്തുക്കളുമായിട്ടോ ഒന്നും വന്നതല്ല. നമ്മുടെ മാതാപിതാക്കൾ ഒരുപാട് കഷ്ടപ്പെട്ട് അവരൊരുപാട് വേദന സഹിച്ച് അവരൊരു പക്ഷേ നമ്മുടെയൊക്കെ ജനറേഷൻ എന്ന് പറയുമ്പം ശരിക്കും പട്ടിണി കാലമായിരുന്നു. പട്ടിണി കിടന്നൊക്കെയാണ് അവർ നമ്മളെ വളർത്തിയിട്ടുള്ളത്. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, അത് ചിന്തിക്കാൻ കഴിയുന്നൊരു മനുഷ്യനാണെങ്കിൽ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്ക് അവരെ അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല. അതിനി ആര് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും, എൻ്റെ മാതാപിതാക്കളെ ഒഴിവാക്കണമെന്ന് പറയുന്നത് ആരായി കഴിഞ്ഞാലും അവരെയാണ് നമ്മൾ ആദ്യം ഒഴിവാക്കേണ്ടത്. അത് എത്ര വലിയ ബന്ധമുള്ള ആളായാലും, നമ്മുടെ സ്വന്തം പാർട്ട്ണറായാൽ പോലും അത് പറയാനുള്ള ഫ്രീഡം നമ്മൾ കൊടുത്തതുകൊണ്ടാണ് അവർ പറയുന്നത്. നേരെ മറിച്ച് നമ്മുടെ മുന്നിലെ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ആ ഒരു അധികാരം നമ്മൾ ആദ്യമേ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരിക്കലും അവരത്തരത്തിൽ പെരുമാറില്ല. നമ്മൾ അത്തരത്തിൽ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ നമുക്കൊരു സമയം വരാനുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ മാതാപിതാക്കളുടെ അവസ്ഥ അല്ലെങ്കിൽ അതിനേക്കാളും ഭീകരമായ അവസ്ഥയിലേക്ക് നമ്മൾ വരാനിരിക്കുകയാണ്. അന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കേണ്ടത്, നമ്മളെ താലോലിക്കേണ്ടത്, ഒന്നുമില്ലെങ്കിലും നമ്മൾക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും തരേണ്ടത് നാട്ടുകാരോ അയൽവാസികളോ ഒന്നുമല്ല, നമ്മുടെ മക്കളാണ്. അവർക്കത് ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്ന് നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും അവർ കണ്ടുപഠിക്കണം, അവർ കാണണം. അതിലുള്ള സ്നേഹങ്ങളും അതിലുള്ള സമാധാനങ്ങളും അതിലുള്ള സന്തോഷങ്ങളുമൊക്കെ അവർ കണ്ടു വളരണം. അപ്പോഴേ അവർക്ക് നമ്മളോടും അത്തരത്തിൽ ചെയ്യാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഇത്തരത്തിലുള്ള കാണുന്ന ഓരോ കാഴ്ചകൾ കാണുമ്പം അവിടെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവിടെ കുറ്റക്കാരാവുന്നത് മറ്റാരുമല്ല, നമ്മൾ സ്വയം നാം തന്നെയാണ്. അതായത് ആൺമക്കൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൺമക്കളായിട്ടുള്ളവരാണ് നമ്മളെപ്പോഴും നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു തണലാവേണ്ടത്. അവരെ ഒന്ന് നമുക്ക് എത്രമാത്രം ശുശ്രൂഷിച്ചാലും എത്രമാത്രം സ്നേഹിച്ചാലും ആ കടം തീരുന്നതല്ല. അതുപോലെ തന്നെ അത് നമുക്ക് മതി വരുന്നതുമല്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ തന്നെയാണ്. മാതാപിതാക്കൾക്കായിക്കഴിഞ്ഞാലും മക്കളോടും അതുപോലെ തന്നെയാണ് സ്നേഹമുണ്ടാവേണ്ടത്. കാരണം ഇന്ന് നമ്മൾ പലതരത്തിലുള്ള ന്യൂസുകളാണ് കേൾക്കുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും ഉപേക്ഷിച്ചുകൊണ്ട് അവരുടെ സ്വയം സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി ഓടി രക്ഷപ്പെടുന്നവരുണ്ട്. പ്രായമായ ആളുകളുണ്ടായിട്ടും അല്ലെങ്കിൽ മുതിർന്ന മക്കളുണ്ടായിട്ട് പോലും അവർ വേണ്ട രീതിയിൽ അവരെ സ്നേഹിക്കാതെ ജീവിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അവരെ കെയർ ചെയ്യാതെ ജീവിക്കുന്നവരുണ്ട്. അതെല്ലാം തെറ്റ് തന്നെയാണ്. നമുക്കൊരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന് പറയുന്ന പോലെ മക്കൾ എങ്ങനെയായി കഴിഞ്ഞാലും ഏത് സ്ഥാനത്തെത്തിക്കഴിഞ്ഞാലും മാതാപിതാക്കൾ തന്നെയാണ്. അവരുടെ സ്ഥാനത്ത് നമുക്ക് വേറെ ആരെങ്കിലും വെക്കാൻ കഴിയുന്നതല്ല. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് അവരുടെ മക്കളെന്ന് പറഞ്ഞാൽ എല്ലാവരും തുല്യരാണ്. അവിടെ ഒരാൾ വലുതോ ഒരാൾ ചെറുതോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ എടുക്കാനും പാടില്ല. നമുക്കറിയുന്നതല്ലേ, നമുക്കും കുട്ടികളുള്ള ആളുകൾക്ക് ചിന്തിച്ചാൽ അറിയാം. നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ എത്ര സ്നേഹിച്ചാലും നമുക്ക് മതി വരില്ല. അവിടെ നമുക്ക് ഒരാൾക്ക് കുറച്ച് കൂടുതൽ സ്നേഹമോ ഒരാൾക്ക് കുറച്ച് കുറവ് സ്നേഹമോ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. നമ്മുടെ സ്നേഹം മൊത്തം അവർക്കുള്ളതാണ്. അവരെ എത്ര സ്നേഹിച്ചാലും നമുക്ക് മതി വരില്ല. അവർ നാളെ നമ്മെ തള്ളിപ്പറയുന്ന ഒരവസ്ഥ വരുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതിനെക്കുറിച്ച് നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ അവരെ അങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. അവർക്ക് ആവശ്യമുള്ളത് നമ്മൾക്ക് എത്ര പ്രയാസമുണ്ടെങ്കിലും നമ്മൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ തീർത്തു കൊടുത്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്ത് അത്രയും നമ്മൾ സ്നേഹിക്കുകയാണ് അവരെ. അവർക്കൊരു പനി പിടിച്ചാലോ അല്ലെങ്കിൽ കാലിലൊരു മുള്ളു കൊണ്ടാലോ നമുക്ക് ഉറങ്ങാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണ്? അത് നമുക്ക് അവരോടുള്ള സ്നേഹമാണ്, അകമഴിഞ്ഞ സ്നേഹമാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ പ്രായമാവുമ്പോഴും ആ മക്കൾ നമ്മളെ സ്നേഹിക്കണമെങ്കിൽ അവർക്ക് ചിന്തിക്കാനുള്ള കുറച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ അടുത്തൊരു
മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് പ്രവാസികളായിട്ടുള്ള മാതാപിതാക്കൾ നേരിടുന്ന പ്രശ്നങ്ങളാണ്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം.